ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗ്രാൻഡ് മദർ ടിപ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഇപ്പം നമ്മളുടെ വീട്ടിലെ ജനൽ, വാതിൽ അല്ലെങ്കിൽ ജനലിൻ്റെ കമ്പികളുടെ ഇടയിലൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ എന്തൊക്കെ ചെയ്യുക? ഒന്നില്ലെങ്കിൽ ഡിഷ് വാഷ് ലിക്വിഡ് എടുക്കും, അല്ലെങ്കിൽ നമ്മുടെ സോപ്പ് പൊടി എടുക്കും, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നാരങ്ങ വെള്ളവും ബേക്കിംഗ് സോഡ എടുക്കും. പിന്നെ അതല്ലാണ്ട് ബ്രഷ് ചില സമയം അതിൻ്റെതായ ബ്രഷ് കൊണ്ട് ചെയ്തെടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമല്ലോ. അപ്പോൾ എന്നാൽ ഇനി അതൊന്നും വേണ്ട, നമ്മുടെ നാരങ്ങ വെള്ളവും സോഡാപ്പൊടിയും പിന്നെ ആ ഐറ്റംസ് ഒന്നും വേണ്ട. അല്ലാതെ നമുക്ക് ബ്രഷും വേണ്ട, ഒന്നും വേണ്ട. അല്ലാതെ നമുക്ക് കൈ കേടാവാതെ, നമുക്ക് എങ്ങനെ കൈ ചളിയാവാതെ എങ്ങനെ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നമ്മളൊന്ന് കാണിക്കുന്നത്. അതിനായിട്ട് നമുക്ക് അധികം ചിലവൊന്നുമില്ല, നമ്മുടെ വീട്ടിലുള്ള സാധനമാണ്. വെറും വെള്ളം മതി, സോപ്പ് വെള്ളം വേണമെങ്കിൽ എടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ സോപ്പ് വെള്ളമൊന്നും ഇപ്പോൾ എടുക്കുന്നില്ല. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുക്കുന്നത് നമ്മളുടെ പഴയ സോക്സ്, നമ്മുടെ കുട്ടികളുടെ പഴയ സോക്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ പഴയ സോക്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അതിനുശേഷം നമ്മളത് കയ്യിലിടുക. ഇനി നമുക്ക് വെള്ളത്തിൽ മുക്കി തുടയ്ക്കണമെങ്കിൽ നമ്മുടെ ഈ വെള്ളം ഇതിൽ നമ്മൾ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് വെള്ളം സോപ്പ് വെള്ളത്തിൽ മുക്കണമെന്നുണ്ടെങ്കിൽ സോപ്പ് വെള്ളത്തിൽ നമുക്കിത് മുക്കിയെടുക്കാം. എങ്ങനെയായാലും നമ്മുടെ കൈ ചീത്തയാവില്ല അല്ലേ. അപ്പം ഞാനത് എങ്ങനെ കാണിച്ചു തരാം. അപ്പം ഞങ്ങളുടെ ഒരു ജനൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങനെയാണ് ഉള്ളത്. നമ്മളുടെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ ഉള്ള ഒരു ജനലാണ്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്പികളൊന്നും ഉണ്ടാവില്ല ഇവിടുത്തെ ജനലിൽ. അതായത് ജനലിങ്ങനെ ഓപ്പൺ ആയിട്ട് തന്നെയായിരിക്കും, തുറന്നു കഴിഞ്ഞാൽ ഒരു കമ്പികളുണ്ടാവില്ല. റിസ്ക്കാണ് കുട്ടികൾക്കൊക്കെ. പക്ഷേ അതങ്ങനെ വൈഡായിട്ട് ഓപ്പൺ ആക്കാനും പറ്റില്ല, അങ്ങനത്തെ ടൈപ്പാണ്. അപ്പോൾ കമ്പികൾ, ഇപ്പോൾ എനിക്ക് ഇങ്ങനത്തെ കമ്പികളിലാണ് ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം ഞാനതേ ജനലിൻ്റെ. ഇപ്പോൾ ഇതിൽ തന്നെ നമുക്ക് നോക്കിക്കണ്ടേ, ഒരു ബ്രഷൊക്കെ വെച്ച് ക്ലീൻ ചെയ്യാൻ വളരെ പ്രയാസമായിരിക്കും അല്ലേ. അപ്പോൾ നോക്കിക്കണ്ടേ, ഇതിൽ കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്കാണെങ്കിൽ കൈ കൊണ്ട് നമുക്കിത് ഇങ്ങനെ തുടയ്ക്കാം. നമ്മുടെ കയ്യിൽ അഴുക്കാവാതെ നമുക്ക് നല്ല രീതിയിൽ തുടച്ചെടുക്കാൻ പറ്റും. കണ്ടോ, ഏത് തരം ജനലിലാണെങ്കിൽ നമുക്ക് തുടച്ചെടുക്കാം. അതിൻ്റെ കമ്പികൾ എന്ന് മാത്രമല്ലാതെ ഈ ഭാഗം നോക്കിക്കേ, ഈ ജനലിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് ഈ രീതിയിൽ തന്നെ നമുക്കത് തുടച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്കതൊക്കെ ഇങ്ങനെ നമുക്ക് തുടച്ചെടുക്കാൻ പറ്റും. കണ്ടോ, ഇത് നമുക്ക് പൊടിയായിട്ട് കളയണമെങ്കിൽ പൊടിയായിട്ട് കളയാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ സോപ്പ് വെള്ളത്തിൽ കൈ മുക്കിയിട്ട് ഇതിങ്ങനെ മുക്കിയെടുത്തിട്ട് നമുക്ക് അങ്ങനെയും കളയാം. ഏത് രീതിയിലാണെങ്കിൽ നമുക്കത് യൂസ്ഫുള്ളാണ്. ഇനിയിപ്പോൾ ഗ്ലാസ് ജനലിലാണെങ്കിൽ നമുക്ക് കാണിച്ചു തരാം. നോക്കിക്കോളൂ. അപ്പോൾ ഞാനിപ്പോൾ ഗ്ലാസ് വിൻഡോ എടുത്തിരിക്കുന്നത്. ഗ്ലാസ് വിൻഡോയിലാണെങ്കിൽ അധികം അഴുക്കൊന്നും ഉണ്ടാവില്ല. ഇതിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. അതിപ്പോൾ നമുക്ക് വേറെ ഇതാണെങ്കിൽ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിലാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഈ ഭാഗങ്ങൾ, ഈ ഒരു ഇടകളിലൊക്കെ നമുക്ക് തുടയ്ക്കാനാണെങ്കിൽ വളരെയധികം എളുപ്പമായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിക്കഴിഞ്ഞാൽ കുട്ടികൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തായാലും നല്ലൊരു ടിപ്പാണ് നമ്മൾ ഷെയർ ചെയ്തത്. ഒരു പഴയ സോക്സ് ഉണ്ടെങ്കിൽ നമ്മൾ കൈ കേടാവാതെ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാം ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാക്കിയാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് വരുന്ന ബെല്ല് പ്രസ് ചെയ്തിട്ട് വയ്ക്കുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വീട്ടിൽ ആവശ്യമുള്ള നല്ല വീഡിയോസ് ഇടുമ്പോൾ, നിങ്ങൾക്ക് ടിപ്സ് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. താങ്ക്